എല്ലാവർക്കും നമസ്കാരം. ജാൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡേ ഔട്ട് അല്ല, ഡേ ഇന്നാണ്. വീട്ടിനകത്താണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് ആണ്, ഒരു ചെറിയൊരു ഗാഡ്ജറ്റ് അൺബോക്സ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്സുകളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ അൺബോക്സിങ് ഒരു ഗാഡ്ജറ്റ് ഞാൻ പറഞ്ഞില്ല, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സസ്പെൻസ് വിളിക്കാം. ഇതാണ് ഇന്നത്തെ അൺബോക്സിങ്. അതെവിടെയാണ് ഇതാണ് GoPro Hero8 Black. ഇതാണ് ഇന്നത്തെ അൺബോക്സിങ് പ്രോഡക്റ്റ്. ഞാൻ ഇതുവരെയായിട്ടും ഉപയോഗിക്കാത്തൊരു പ്രൊഡക്റ്റാണ്. അതായത് ഗോപ്രോന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് എൻ്റെ. ഇത് വാങ്ങാനുള്ള ഒരേ ഒരു കാരണം, ഞാൻ യൂട്യൂബിലെ റിവ്യൂസും അതിലെ വീഡിയോസും, അതായത് പല യൂട്യൂബേഴ്സും ചെയ്ത വീഡിയോസും അതിന്റെ റിവ്യൂസും കണ്ടിട്ടാണ് ഞാനിത് വാങ്ങാനുള്ള ഒരേ ഒരു കാരണം. എൻ്റെ ഫസ്റ്റ് ഗോപ്രോ ആണത്. ഫസ്റ്റ് ഗോപ്രോ ഇപ്പോൾ ഉള്ള മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് GoPro Hero8. പിന്നെ ഇതിന്റെ മാക്സും കൂടെ വരുന്നുണ്ട്, അത് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. അപ്പം ഇതാണ് നമുക്ക് ഇന്നത്തെ അൺബോക്സിങ്. ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിനകത്ത് എഴുതിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്കറിയുള്ളൂ. 12 MP ആണ് ക്യാമറ, പിന്നെ 4K വീഡിയോ ആണ്, 8 സ്ലോ മോഷൻ ഉണ്ട്, 8 സ്ലോ മോഷൻ ഉണ്ട്, ഹൈപ്പർ സ്മൂത്ത് 2 ആണ്. അതാണ് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അവർ യൂസ് ചെയ്യുന്നത്. ടൈം റാപ്പ് 2 എന്താ എനിക്കറിയില്ല. പിന്നെ 1080p ലൈവ് സ്ട്രീമിംഗ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഉള്ളത് ലൈവ് ബേസ്റ്റ്, സൂപ്പർ ഫോട്ടോ, റോ ഫോട്ടോസ്, പിന്നെ സ്പീക്കർ സിസ്റ്റം നല്ലതാണ്, GPS. പിന്നെ ഇത് 10 മീറ്റർ വരെ വെള്ളത്തിൽ വാട്ടർ പ്രൂഫ് ആണ്. GPS ട്രാക്കിംഗ് ഉണ്ടെന്ന് പറയുന്നത് അതിനകത്ത്, എനിക്കറിയില്ല, തുറന്നു നോക്കണം എന്നാലേ അറിയുള്ളൂ. അപ്പൊ ഇത് നമുക്ക് എന്താണെങ്കിലും തുറന്നു നോക്കാം, എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് വരുന്നതെന്നുള്ള നമുക്ക് തുറന്നു നോക്കിയാലേ അറിയുള്ളൂ. ഞാൻ ഇതുമായിട്ട് ബോക്സും തുറന്നില്ല, നമുക്ക് തുറക്കാം എന്താണെങ്കിലും. അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാൻ വെച്ചാൽ, ഇവിടെയാണ് ഇതാണ് എൻ്റെ ചെറിയൊരു സെറ്റപ്പ്. ഇത് കണ്ടോ, ഈ കമ്പ്യൂട്ടറിൽ ഞാനത് എഡിറ്റിംഗ് ഒക്കെ ഞാൻ ഇതിനകത്താണ് ചെയ്യുന്നത്. ജാൽജിൻ സ്റ്റേഔട്ട് ചുമ്മാ ഒരു ചാടക്കിട്ട കേട്ടോ. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുമ്പ് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന ക്യാമറയാണ് ഇപ്പൊ അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത്. അത് ഇപ്പൊ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ഫോണിലാണ്. ഇത് Redmi Note 8 ആണ്. ഇതിലാണ് ഞാൻ ഇപ്പൊ ഒട്ടുമിക്ക എല്ലാ വീഡിയോസും ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഇതിലാണ്. കുറച്ച് ഞാൻ നേരത്തെ ഉപയോഗിക്കുന്ന ആ ക്യാമറ, ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന ഈ ക്യാമറയിൽ ശകലം ഒരു ക്ലാരിറ്റി ഒക്കെ നല്ലതാണ്, സൗണ്ടും വലിയ കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് സ്റ്റെബിലൈസേഷൻ വളരെ കുറവാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. സ്റ്റഡി ഷോട്ട്സിനും, അതായത് ഇപ്പൊ നമുക്ക് ഇതേപോലത്തെ എടുക്കാനുള്ള ഷോട്ട്സിനൊക്കെ ആണെങ്കിൽ ആ ക്യാമറ നല്ല നിക്കന്റെ 900 എന്ന് പറഞ്ഞ മോഡലാണത്. പക്ഷെ പുറത്ത് യൂസ് ചെയ്യാനായിട്ട് ഈ ഫോണും അടിപൊളി ഫോണാട്ടോ. ഇതിനകത്ത് സ്റ്റെബിലൈസേഷൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്, നല്ല ക്ലാരിറ്റിയാണ്. ഇതിന്റെ ക്യാമറാസിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നല്ല ക്ലാരിറ്റിയാണ്. Redmi Note 8 ആണ്. അപ്പോൾ കുറെ നാളായിട്ട് ഞാൻ ഈ യൂട്യൂബിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ഗോപ്രോന്റെ വിഷ്വൽസും അതായത് വീഡിയോസും അതിന്റെ റിവ്യൂസും കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇത് വാങ്ങാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായത്. പിന്നെ കൂടുതലും ഇങ്ങനെ ട്രാവലിംഗ് മാത്രം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്നാലും അതാണ് എൻ്റെ മെയിൻ ഒരു എയിം. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഹാൻഡി ആയിരിക്കും. ഇപ്പൊ ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഹാൻഡി ആയിട്ട് നമുക്ക് ഗോപ്രോ ആണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴോ എല്ലാത്തിനും ഇത് കുറച്ചുകൂടെ ഹാൻഡി ആയിരിക്കും. അതാണ് ഞാനത് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം. ഇതിൽ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ട് പിന്നെ അടുത്തുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇതിനകത്ത് എടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് പറഞ്ഞാൽ, ഇപ്പൊ ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ്. അപ്പൊ നമുക്ക് പൊളിക്കാൻ തുടങ്ങുന്നത്. നോക്കാം പൊളിക്കണമെങ്കിൽ അടിപൊളി പാക്കിംഗ് ആട്ടോ. കവർ പോയോ? അതിവിടെ പൊളിക്കാൻ ഈസി ആയിട്ടുള്ള വഴി ഒരു കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ബ്ലൂ സാധനം അങ്ങ് ടയർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം പൊളിക്കും. ബാക്കിലോട് ഈസി ആയിട്ട് എടുക്കാം. ഇതുണ്ടോ, ആ സാധനം ടയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട് ഈസി ആയിട്ട് സാധനം എത്തിയതാ. ഇനി ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ വരുന്നത് ഒരു ബാറ്ററി, ഇതിനകത്തുള്ള ഒരു ബാറ്ററി, ഈ കവറിന് ഒരു ബാറ്ററി ഇത് വരുന്നുള്ളൂ. പിന്നെ വരുന്നത് ചാർജിങ് കേബിൾ ഉണ്ട്. പിന്നെ അതിനകത്ത് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഈ അറ്റാച്ച്മെന്റ് ഇത് എങ്ങനെയാണെന്നുള്ള നമുക്ക് അതിനകത്ത് വായിച്ചു നോക്കണം എങ്ങനെയാണെന്നുള്ളത്. ഇനിയും തുറന്നു കഴിഞ്ഞാൽ ഇനിയൊന്നുമില്ല, ഇത് കാര്യമാണ്. നമുക്ക് ഇതിനകത്ത് ഈ സാധനം ഇത് കണ്ട് ഈ അറ്റാച്ച്മെന്റ് ഇവിടുന്ന് ഊരിയിട്ട് അങ്ങനെ സംഭവം കയ്യിലെത്തി. ഇതാണ് നമ്മുടെ GoPro.
Hero8. ബാക്ക് സൈഡ് ഇതെങ്ങനെയാണ്. ഈ ഒരു മൗണ്ടിങ് ഇതിന്റെ കൂടെ വരുന്നതാണ്. പഴയതിന്റെ ആണെങ്കിൽ 7 ഒക്കെ ആണെങ്കിൽ ഇത് എക്സ്ട്രാ മൗണ്ടിങ് ആണ് വരുന്നത്. ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഈ ലെൻസ് ഡിറ്റാച്ചബിൾ അല്ല ഇതിന്. പഴയതിന് ഡിറ്റാച്ചബിൾ ആയിരുന്നു 7 അപ്പൊ നമുക്ക് ഇനി ബാറ്ററി ഇടണം. ബാറ്ററി ഇടണമെങ്കിൽ ഇവിടുത്തെ താഴത്തെ ഒരു സ്ലോട്ട് ഉണ്ട്. ഈ സ്ലോട്ട് ഒന്ന് താഴത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ റെഡ് കളർ വരും. ഈ റെഡ് കളർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് തുറന്നു എന്നുള്ളത്. എന്നിട്ട് ഇത് പതുക്കെ മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ ബാറ്ററി സൈഡ് ഓപ്പൺ ആയി. ഇപ്പൊ നമ്മൾ SD കാർഡ് ഇടണം അതിനകത്ത്. അത് ഈ ഒരു സ്ലോട്ടിൽ ഇടണം SD കാർഡ്. SD കാർഡ് ഇട്ടു. ഇനി അടുത്ത് നമുക്ക് ബാറ്ററി ഉണ്ട്. ഇതാണ് പുതിയ ബാറ്ററി, അവർ തരുന്ന ബാറ്ററി. അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് ഇടാം അകത്തേക്ക്. അതുമായി. ഇനി അത് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തിട്ട് ഇവിടെ അതിൻ്റെ മോഡ് ബട്ടൺസ് ഉണ്ട്, പല മോഡിലേക്ക് മാറ്റാനായിട്ട്. പിന്നെയുള്ളത് ഇതാണ് പവർ ബട്ടൺ. അപ്പം ഇനി ബാറ്ററി ചാർജ് ചെയ്തിട്ട് ഇത് ഓൺ ആക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ വാങ്ങിയത് ഗുഡ് ഗൈസ് എന്നാണ്. ഗുഡ് ഗൈസിൽ ഒരു ഓഫർ പോകണ്ടായിരുന്നു. എനിക്കിത് $499 കിട്ടിയത്. 3 കൊല്ലത്തെ 1 കൊല്ലത്തെ വാറന്റി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. പ്ലസ് എക്സ്ട്രാ 2 കൊല്ലത്തും കൂടെ എടുത്തു. എന്തെങ്കിലും ഡിഫക്ട്സ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ആദ്യമായിട്ടല്ല വാങ്ങുന്നത് GoPro. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 2 കൊല്ലം കൂടെ എക്സ്ട്രാ വാറന്റി എടുത്തു. അപ്പൊ അതിന് $75. പിന്നെ ഇതിന്റെ അക്സസറീസ് ഒക്കെ നോക്കിയിട്ടുണ്ടല്ലോ, ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇതിന്റെ അക്സസറീസ് ഇതിന്റെ തന്നെ വാങ്ങാൻ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇതിന്റെ ജസ്റ്റ് ഒരു ട്രൈപോഡ് മാത്രം നോക്കിയപ്പോൾ അതിന് $110. അപ്പൊ ഇങ്ങനെ eBayയിൽ ഞാൻ ഇതിന്റെ കുറച്ച് അക്സസറീസും അതിന്റെ ബാക്കിയുള്ള സെറ്റപ്പ് ഞാൻ വാങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് അതിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവർ. ഇതാണ് പ്രൊട്ടക്റ്റീവ് കവറാണ്. ഇതൊരു സിലിക്കൺ കവറാണ്. കണ്ട, സിലിക്കൺ കവറാണിത്. അടുത്ത ഞാൻ eBayയിൽ നിന്ന് വാങ്ങിയതാണ് ട്രൈപോഡ്. ഗോയിസി ബോൾ മിനി ട്രൈപോഡാണ്. അപ്പൊ നമ്മുടെ GoPro സംഭവം ഇതിനകത്ത് സെറ്റായി. ഈവന്റെ ഒരു ഒറ്റ ഫുൾ കിറ്റായി വാങ്ങി ഇതിനകത്ത്. അതിനകത്ത് ഫുൾ ഈ GoPro 8ന്റെ അക്സസറീസ് മാത്രം വാങ്ങിയ സംഭവമാണത്. ഒത്തിരി സാധനങ്ങളുണ്ട് അതിനകത്ത്. അതിന്റെ വില എന്ന് പറഞ്ഞാൽ $25 ആയുള്ളൂ ആ മൊത്തം സംഭവത്തിന്. അപ്പൊ ഇതിന്റെ എടുത്തു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഇതിന്റെ സംഭവങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ഇതിന്റെ നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത വീഡിയോസിൽ വരുന്നതിൽ ഞാൻ അതിനകത്ത് പറയുന്നതായിരിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ GoPro വാങ്ങിയപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പൊ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും, അല്ലെങ്കിൽ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും ഒന്ന് കാണിക്കണം തോന്നി. ഇനി GoProയിൽ എടുത്തു നോക്കാം എന്താണ് നമ്മുടെ വീഡിയോസിന്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെയാണ്. ചെറിയൊരു വീഡിയോ ആണ്. ജസ്റ്റ് എൻ്റെ ഫസ്റ്റ് GoPro അൺബോക്സിംഗ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്സ് ഒക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.